Hi friends, welcome back to my channel Relish my life. ഇന്ന് ഒരു കേരള ഒതന്റിക് മട്ടൺ സ്റ്റ്യൂ റെസിപ്പിയാണ്. അതെങ്ങനെ പ്രഷർ കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഞാനിവിടെ 1/2 കിലോ മട്ടൺ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ അളവെല്ലാം ഓൾറെഡി ലിസ്റ്റഡ് ആണ്. ഇതിനുള്ള ടിപ്സ് ഞാൻ ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനു വേണ്ടിയിട്ട് ഒരു 2 മീഡിയം സൈസിലുള്ള സവാള ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. 8 അല്ലി വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ അരിഞ്ഞു വെക്കാം. നല്ല വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ടാണ് 8 അല്ലി എടുത്തിട്ടുള്ളത്. മൂന്ന് പച്ചമുളക് നടുകീറി എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകാണ്, അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടി കുറക്കുക ചെയ്യാം. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട സ്പൈസസ് മാറ്റി വെക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 പീസ് പട്ട, 3 ഗ്രാമ്പു, 7 ഏലക്ക, 1 ടീസ്പൂൺ പൊടിക്കാത്ത കുരുമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഞാനിപ്പോൾ ഇവിടെ മട്ടൺ സ്റ്റ്യൂ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രഷർ കുക്കറിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കറിക്ക് വരാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി ചൂടായി വരുമ്പോൾ ഏലക്കൊക്കെ പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവാള വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. സവാള ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്നും വഴറ്റരുത്, കാരണം സ്റ്റ്യൂവിൻ്റെ കളറ് മാറിപ്പോവും. അത്യാവശ്യം ഒന്ന് വാടി ഈ പരുവായി കിട്ടുന്ന സമയത്ത് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 1/2 കിലോ മട്ടൺ കഴുകി വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഈ സവാളക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 3 മിനിറ്റോളം നമുക്ക് മട്ടൺ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ മട്ടൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി കിട്ടും. ഈ സമയത്ത് 1.25 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് പാകത്തിന് ഉപ്പെല്ലാം ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കറിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്കർ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ വിസിൽ ഇല്ലാണ്ട് മൂടി വെച്ചിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ ആ നോസിലിൽ കൂടെ എയർ പാസേജ് കറക്റ്റായി വരുമ്പോൾ മാത്രം വിസിലിട്ട് കൊടുക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, പക്ഷേ ചിലർക്ക് അറിയില്ല. ആദ്യം തന്നെ വിസിലോട് കൂടി വയ്ക്കും. അപ്പോൾ അപകടം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെ ശ്രദ്ധിക്കുക. മട്ടൺ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ്, 2 ചെറിയ ഉരുളക്കിഴങ്ങ് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. അത് കഷ്ണമാക്കിയിട്ട് വെക്കുകയാണ്. 1 കപ്പ് തേങ്ങയിൽ നിന്നുള്ള 2-ാം പാലും 1-ാം പാലും എടുത്ത് മാറ്റി വയ്ക്കാം. മട്ടൺ ഒരു 1/4 വേവ് ആവുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 10 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ട് സമയം ചേഞ്ച് ആവാം. ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ശേഷം ലോ ഫ്ലെയിമിൽ ഒരു വിസിലും കൂടെ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 1/4 കപ്പോളം ഫ്രോസൺ ഫ്രഷ് ഗ്രീൻ പീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഫ്രഷ് ഗ്രീൻ പീസ് ആയതുകൊണ്ടാണ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്, അത് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഹൈ ഫ്ലെയിമിലിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി കുറുകി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം സൈഡിൽ നിന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഒരുപാട് നേരം തിളപ്പിക്കരുത്. പിന്നെ ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നടുകീറിയത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ചു മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.